ആദ്യത്തെ സൂറത്തിന്റെ പേരെന്താ? ഫാത്തിഹ. ആദ്യത്തെ ഖൽഖിന്റെ പേരെന്താ? ഫാത്തിഹ. ഫാത്തിഹ 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 മുഹമ്മദ് ഫാത്തിഹ. അല്ലാഹുവിന്റെ കലാം. ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് ഫാത്തിഹ. അതും ഇസ്മു മുഹമ്മദാണ്. അതും ഇസ്മു മുഹമ്മദാണ്. فلأنت أزكى ما تعالى ذكره فلأنت عند الله حبل النجاة. അല്ലാഹു ഖൈറായി നിശ്ചയിച്ചത് മുഹമ്മദാണ്. അത് മുഹമ്മദാണ്. 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 അല്ലാഹു ഖൈറായി നിശ്ചയിച്ചാൽ മുഹമ്മദാണ്. ആദ്യത്തെ സൂറത്തിന്റെ പേര് ഫാത്തിഹ. ഫാത്തിഹ ഫാത്തിഹ മുഹമ്മദാണ്. ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് ഫാത്തിഹ. പുണ്യ റസൂലിന്റെ പേരാണ് പൊന്നുമോനെ ആദ്യത്തെ സൂറത്തിന്റെ പേര്. പിന്നെ എന്താ? ഫാത്തിഹ മുഴുവനും മുഹമ്മദാണ്. ഒന്നാമത്തെ സൂറത്തിൽ കുട്ടിയങ്ങോട്ട് നിറച്ചിരിക്കുക സനാഉ മുഹമ്മദ്. ഒന്നാമത്തെ മൗലൂദ് തന്നെയാണ് ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാൻ. ബിസ്മില്ലാഹ് ഏഴാണ്. ഏഴ് ഖൽഖിന്റെ സിറാണ്, ഖൽഖിന്റെ ഹൈഅത്താണ്, ഖൽഖിന്റെ ശക്ലാണ്. ഏഴ് സമാവാത്ത് ഏഴാണ്, അർള് ഏഴാണ്. പിന്നുള്ളത് 12 12 മദ്ഹറു മുഹമ്മദാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബിദിനാണ്. ഖുർആനിൽ എവിടെയാണ് നബിദിനം? നബിദിനം അല്ലാതെ എന്താ ഖുർആനിലുള്ള? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബിദിനമാണ്. എന്തുകൊണ്ട്? 12 12 മദ്ഹറു മുഹമ്മദാണ്. താൻ ഒതുക്കി വെച്ച സൃഷ്ടിയെ താൻ പുറപ്പെടുവിച്ചത് 12 12 അള്ളാഹുവിന്റെ സൃഷ്ടിയ, 12 അള്ളാഹുവിന്റെ രഹസ്യമാണ്. 12 അള്ളാഹുവിന്റെ രഹസ്യം, 12 അള്ളാഹുവിന്റെ രഹസ്യ. ഏതായി 12? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ 12 ആക്കിയത്? 12 അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഖൗല്. അതുകൊണ്ട് 12 ജനിച്ചു. അതാണ് 12. ചിന്തിക്ക്. അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഖൗലേതാ? അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ കലിമ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്. ഉറക്കപ്പറ മുഹമ്മദ്. എന്ന് ജനിച്ച് എന്തിന് ജനിച്ച്? 12. എന്ന് വഫാത്തായി? 12. എന്തുകൊണ്ട് വഫാത്തായി? 12 തീർന്നു. ലാ ബൈത്ത് മദരിൻ വലാ വബരിൻ ഇല്ലാ ദഖലഹു അല്ലാഹു ദീനി. ഇനി പോവാ. 12 വന്നു. എന്താ 12? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് ചെയ്തു? 12 ചെയ്തു. എന്ന് പോയി? 12 പോയി. ഓരോ ബിസ്മിയും നബിദിനമാണ്. മുഹറം 5 അക്ഷരാണ്, സഫർ 3 അക്ഷരമാണ്, റബീഉ 4 അക്ഷരമാണ്. 5 3 8 4 12 സമം അൽ അവൽ. അൽ അവൽ മുഹമ്മദാണ്. അനൽ അവലു വ അനൽ ആഖിർ. റബീഉൽ അവൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? റബീഉ മുഹറം 5 അക്ഷരമാണ്, സഫർ 3 അക്ഷരമാണ്, 5 3 8. റബീഉ 4 അക്ഷരം, 8 4 12 സമം അൽ അവൽ. ഇനി അതിനെ ആഖിറിലേക്ക് ഉയർത്തിയാലോ? അതും 12. മുഹറം സഫർ റബീഉ ആഖിറാക്കിയാലോ? അനൽ അവലു മുഹമ്മദുൻ വ അനൽ ആഖിറു മുഹമ്മദുൻ. അവലും ഞാനാണ്, ആഖിറും ഞാനാണ്. സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈനി എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാക്കിമുൻ നൈസാബൂരി മുസ്തദ്റക്കിലെ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ വകയല്ല. സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈൻ അനൽ അവലു വ അനൽ ആഖിറു. ഞാനാണ് അവലും ഞാനാണ് ആഖിറും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. 12 ഒക്കെ നബിദിനാണ്. ഏതായി 12? ചിന്തിക്ക് ചിന്തിക്ക്. കലിമത്തു തൗഹീദ് സൂറത്തു തൗഹീദോ 112.
മിഅത്ത് 112, മിഅത്ത് അദദുൽ കമാലാണ്. ബാക്കി എത്ര? 12 മൽഹർ മുഹമ്മദാണ്. കലിമത്തു തൗഹീദ് 12 അക്ഷരം. സൂറത്തു തൗഹീദ് 112 സൂറത്ത്. സൂറത്തു യാസീൻ 83 ആയത്ത്. ബിസ്മി ചേർത്താൽ 84, 8 4 12. യാസീൻ ഇസ്മു മുഹമ്മദ്. ഖുർആനും കൊണ്ട് നിറച്ചിരിക്കാൻ ഇവിടെയും എവിടെയും മൽഹർ മുഹമ്മദാ. എവിടെയും മൽഹർ മുഹമ്മദാ. ചിന്തിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് എന്നതിനെ റഹ്മാൻ കൊണ്ടും റഹ്മത്ത് കൊണ്ടും റഹീം കൊണ്ടും സിഫത്ത് പറഞ്ഞു. എന്താ റഹ്മാനും റഹീമും തിരഞ്ഞെടുക്കാൻ കാരണം? റഹ്മാൻ എന്നത് റഹ്മത്തിൽ നിന്ന് വളർത്തിയതാണ്, റഹീം റഹ്മത്തിൽ നിന്ന് വളർത്തിയതാണ്. ഈ രണ്ട് പദവും റഹ്മത്ത് ലഖ്ബു അബ്ദിഹിൽ കാമിൽ ലഖ്ബു മുഹമ്മദാണ്. മനസ്സിലായില്ല? റഹ്മത്തിൽ നിന്നുള്ളതാണ് റഹ്മാൻ, റഹ്മത്തിൽ നിന്നുള്ളതാണ് റഹീം. റഹ്മത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്ത് ലഖ്ബ് മുഹമ്മദാണ്. ഉറക്കപ്പറ ലഖ്ബ് മുഹമ്മദാണ്. ചിന്തിക്ക്. എന്നിട്ട് 114 സ്ഥലങ്ങളിൽ ഓരോ സൂറത്തിലും സൂറത്തുൽ ആയത്തുൽ ഖിതാലുള്ള സൂറത്തും തൽക്കാലം മാറ്റി വെച്ചു. പക്ഷെ മറ്റൊരു സൂറത്തിൽ വീണ്ടും കൊടുത്തു. എന്തുകൊണ്ട്? 114. ഈ ഇതിലെന്താ ഉള്ളത്? എന്താണ് ഈ ബിസ്മിയിലുള്ളത്? 1 അല്ലാഹ്, 2 റഹ്മത്ത്. അല്ലാഹ് അല്ലാഹുവായിരിക്കണം. റഹ്മത്ത് അല്ലാഹുവിന്റെ കാമിലായ അബ്ദിന്റെ നാമമാണ്. റഹ്മത്ത് ഖൽഖാണ്. ഖൽഖിന്റെ അടിസ്ഥാനം സൗജാണ്. ഖൽഖ് എങ്ങനെയാണെങ്കിലും രണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ 12 എന്താ? 1 2, 1 അല്ലാഹു, 2 മുഹമ്മദ്. അതന്നെ വന്നു. റഹ്മത്തിനെ ആദ്യം പരിചയപ്പെടുത്തിയ പദമേതാ? റഹ്മാൻ. റഹ്മാൻ ഖുർആനിൽ ബിസ്മി മാറ്റി വെച്ചാൽ 57 വട്ടമാണ്. 5ഉം 7ഉം 12 മൽഹർ മുഹമ്മദാണ്. രണ്ടാമത്തെ ആയത്തേത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സനാഉ മുഹമ്മദാണ്. ഹംദിൽ മീം ചേർത്താൽ മുഹമ്മദായി. അടുത്ത വാക്ക് റബ്ബാണ്. എന്താ റബ്ബിന്റെ അർത്ഥം? എന്താ റബ്ബിന്റെ അർത്ഥം? തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅൻ ഫഹുവ റബ്ബുൻ. അടിമയെ അല്പാൽപ്പം അടിമയുടെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചവനാണ് ആര്? റബ്ബിയെങ്കിൽ റബ്ബി എന്ന പദത്തിൽ ഇശാറത്തുൻ ഇലാ മുഹമ്മദിൻ. എന്തുകൊണ്ട് റബ്ബി ഏറ്റവും റബ്ബായത് മുഹമ്മദിലാണ്? ഏറ്റവും തർബിയത്ത് ചെയ്ത ആൾ മുഹമ്മദിലാണ്. റബ്ബി എന്ന പദം എന്തുകൊണ്ട് റബ്ബായി? തർബിയത്ത് ചെയ്തപ്പോൾ റബ്ബായി. ആരെയാ കൂടുതൽ തർബിയത്ത് ചെയ്തത്? കാമിലത്തായ തർബിയത്ത്. ശാമിലത്തുൻ മുൻഹസിറത്തുൻ ഫീ മുഹമ്മദിയ. അപ്പോൾ റബ്ബി എന്നത് മുഹമ്മദിയത്തിലേക്ക് സൂചനയാണ്. ആലമീനെയോ? ആലമീനെ ചേർത്തത് മുഹമ്മദിലേക്കാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അടുത്ത ഒന്നാമത്തെ ആയത്തിന്റെ ഭാഗികമായി ആവർത്തിച്ചു അർ-റഹ്മാനിർ റഹീം. അത് ഇശാറത്തുൻ ഇലാ മുഹമ്മദാണ്. റഹ്മാനും ഇശാറത്തുൻ ഇലാ മുഹമ്മദാണ്. റഹീമും ഇശാറത്തുൻ ഇലാ മുഹമ്മദാണ്. ഫാത്തിഹയിൽ അല്ലാഹ് 2 വട്ടമാണ്, റഹ്മത്ത് 4 വട്ടമാണ്. റഹ്മത്ത് ലഖ്ബ് മുഹമ്മദാണ്. മുഹമ്മദ് മുഹമ്മദ് എന്ന പദം ഖുർആനിൽ പറഞ്ഞതും 4 വട്ടമാണ്. റഹ്മത്ത് ഫാത്തിഹയിൽ പറഞ്ഞതും 4 വട്ടമാണ്. അടുത്തേതായത്തേതാ? മാലിക് യൗമിദ്ദീൻ. എന്താണ് ഈ മാലിക് യൗമിദ്ദീൻ? പ്രതിഫല ദിവസത്തിന്റെ ഉടമക്കാരൻ. എന്താണ് അവ? അന്ന് പരിശോധിക്കുക. അന്ന് പരിശോധിക്കുക. അല്ലാഹു പരിശോധിക്കുക. ഇത് തീരുമാനിക്കുന്ന ദിവസമാണ് യൗമുദ്ദീൻ. അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന പദം ഇശാറത്തുൻ ഇലാ സനാഇ മുഹമ്മദിൻ. ബിസ്മി മൗലൂദാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. അർ-റഹ്മാനിർ റഹീം റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. മാലിക് യൗമിദ്ദീൻ റസൂലുള്ളാഹിന്റെ. മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. അടുത്ത ആയത്തേതാ? ഇയ്യാക നഅ്ബുദു. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചാ പോരല്ലോ. ആരാണ് അഅ്ബദ്? അഅ്ബദുൻ നാസ് മുഹമ്മദ്. നമ്മൾ നഅ്ബുദു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അഅ്ബദായിട്ടില്ല. അഅ്ബദ് മുഹമ്മദാണ്.
നമ്മൾ അബുദ് എന്ന് പറയുന്നേ ഉള്ളൂ, അബ്ബദായിട്ടില്ല. അബ്ബദായതാരാ? മുഹമ്മദ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു എന്ന പദം ഇശാറത്തുൻ ഇലാ സനാഇ മുഹമ്മദിൻ വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ആവശ്യപ്പെടുന്നു. അല്ലാഹുവിനോട് സഹായം ആവശ്യപ്പെട്ടാൽ സഹായം വരിക റഹ്മത്തായിട്ടാണ്. റഹ്മത്ത് ഇസ്മു മുഹമ്മദാണ്. അപ്പോൾ വ ഇയ്യാക നസ്തഈൻ ഇശാറത്തുൻ ഇലാ സനാഇ മുഹമ്മദിൻ. ഓക്കേ, ചിന്തിക്ക്. അടുത്ത ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ ഞങ്ങളെ നയിക്കണമേ. ഇഹ്ദിന ഹാദിയിലേക്കും മുഹ്തദിയിലേക്കും സൂചനയാണ്. ഖൽഖിലെ ഏറ്റവും വലിയ ഹാദി മുഹമ്മദാണ്, ഏറ്റവും വലിയ മുഹ്തദി മുഹമ്മദാണ്. അസ്സിറാത്തുൽ മുസ്തഖീമോ മിൻ അസ്മാഇ മുഹമ്മദിൻ, റസൂലുള്ളാഹിയുടെ പേരാണ് എന്ത്? സിറാത്തുൽ മുസ്തഖീം. റസൂലുള്ളാഹിയുടെ പേരാണ് സിറാത്തുൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കപ്പറ ദലായിലുൽ ഖൈറാത്തിൽ പറയും, ദലായിലുൽ ഖൈറാത്തിൽ കാണാം സിറാത്തുൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ പേരാണ് എന്ത്? സിറാത്തുൽ മുസ്തഖീം. ഹാദി റസൂലുള്ളാഹിയുടെ പേരാണ്, മുഹ്തദി റസൂലുള്ളാഹിയുടെ പേരാണ്, പിന്നെ സിറാത്തുൽ മുസ്തഖീം റസൂലുള്ളാഹി. അപ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സനാഉ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ആയത്ത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത ഏറ്റവും നിഅമത്ത് ചെയ്ത ആൾ മുഹമ്മദാണ്. ഏറ്റവും നിഅമത്ത് ചെയ്ത ആൾ മുഹമ്മദാണ്. മുഹമ്മദാണ്. ഏറ്റവും വലിയ നിഅമത്ത് മഅരിഫത്താണ്. ഏറ്റവും വലിയ മഅരിഫത്ത് മുഹമ്മദാണ്. ഏറ്റവും വലിയ മഅരിഫത്ത് എന്താണ്? ഏറ്റവും വലിയ നിഅമത്ത് മഅരിഫത്താണ്. ഏറ്റവും വലിയ നിഅമത്ത് മഅരിഫത്താണ്. ഏറ്റവും വലിയ ആരിഫ് ആരാണ്? അഅറഫുൽ ഖൽഖ് മുഹമ്മദാണ്. അത് ഇബ്രാഹിം നബി അല്ല അലൈഹിസ്സലാം. ഒരിക്കലും അല്ല. അതല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൻഹജ് മുഹമ്മദിൽ വന്നത് കൊണ്ട്, നേരത്തെ ലാഹിറായത് കൊണ്ട് മൻഹജു ഇബ്രാഹിം എന്ന് പറയുന്നതേ ഉള്ളൂ. അടിസ്ഥാനപരമായി മൻഹജു ഇബ്രാഹിം മൻഹജു മുഹമ്മദാണ്. എന്തുകൊണ്ട്? സയ്യിദുന മഅരിഫത്ത് ആർക്കാ കിട്ടിയത്? വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫൻ മിനൽ ബഹരി ഔ റസ്ഫൻ മിനൽ ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിം മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി മൗലായ സല്ലി വസല്ലം. നിഅമത്ത് മഅരിഫത്താണെങ്കിൽ അറഫ് മുഹമ്മദാണ്. നിഅമത്ത് ഇതാഅത്താണെങ്കിൽ ഏറ്റവും വലിയ മുത്തീഅ മുഹമ്മദാണ്. നിഅമത്ത് ദീനാണെങ്കിൽ ഏറ്റവും ദീൻ മുഹമ്മദാണ്. നിഅമത്ത് ഖശിയത്താണെങ്കിൽ അഹ്സൽ ബശരി വ അഹ്സൽ ഖൽഖി മുഹമ്മദ്. എല്ലാം നിഅമത്ത് സ്വർഗ്ഗമാണെങ്കിൽ സ്വർഗ്ഗത്തിന്റെ മിഫ്താഹ് മുഹമ്മദാണ്. നിഅമത്ത് സിറാത്ത് പാലം കടക്കലാണെങ്കിൽ സിറാത്ത് പാലത്തിന്റെ താക്കോൽ മുഹമ്മദാണ്. ജമഅല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ. സിറാത്ത് പാലത്തിന്റെ അടുക്കൽ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ഫനാദാ മുനാദിൻ, പിന്നെ വിളിച്ചു പറയുന്നവരാൾ വിളിച്ചു പറയും, യാ മഅശറൽ അവ്വലീന വൽ ആഖിരീൻ നകിസൂ റൂസകും ഫഗ്മിളു അബ്സാറകും ഹത്താ തമുറ ഫാത്തിമ ഇബ്നതു മുഹമ്മദിൻ അല സിറാത്തി ഇലൽ ജന്നാ. ഫാത്തിമ ബീവിക്ക് സ്വർഗത്തിൽ പോകേണ്ടതുണ്ട്, സിറാത്ത് കടപ്പാലം കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആദം മുതൽ ഖിയാമത്ത് വരെയുള്ള ആളുകളെ ഒന്ന് തല തൂക്കി നിൽക്കുവീൻ, ഒന്ന് കണ്ണ് താഴ്ത്തി നിൽക്കുവീൻ എന്ന് അള്ളാഹു വിളിച്ചു പറയാൻ കൽപ്പിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ കരളിന്റെ കഷ്ണം കയറിയിട്ട് അത് ഒരു ബഷർ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കുക, അത്രത്തോളാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഏറ്റവും അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗം എന്ന് റസൂല പറഞ്ഞാൽ പോലും റസൂലുള്ളാഹിന്റെ മാർഗമാണ്. എനിക്ക് നീ നിശ്ചയിച്ച മാർഗം എന്നതിന്റെ അർത്ഥം. ജൂതന്മാർ എന്തുകൊണ്ടാണ് അള്ളാഹു അവരുടെ മേൽ കോപിച്ചത്? എന്താ കോപിച്ചത്?
ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുൽ ബൈന റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഖറ ഫീഹാ കുതുബുൻ ഖയ്യിമ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ബൈന. എപ്പോഴാണ് അവരെ മേൽ അല്ലാഹു കോപിച്ചത്? കാത്തിരുന്ന പ്രവാചകൻ വന്നപ്പോൾ ഭിന്നിച്ചു. അപ്പോൾ മഗ്ലൂബി അലൈഹിം എന്നത് ഇശാറത്തുൻ ഇലാ തനാഇ മുഹമ്മദിൻ, പുണ്യ റസൂൽ മുസ്തഫ. ആരാണ് ളാലീൻ? നസാറാക്കൾ. എന്തുകൊണ്ട് ളാലീനായി? ഈസയിൽ നിന്ന് പിന്മാറി. എന്തിനാണ് ഈസ വന്നത്? വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദു. അഹ്മദിനെ പറയാനാണ് ആര് വന്നത്? സയ്യിദുനാ ഈസ. അഹ്മദ് വന്നപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ. അഹ്മദ് വന്നപ്പോൾ അവർ പിന്തിരിഞ്ഞു. അപ്പോൾ അവരാരായി? ളാലീനായി. അഥവാ ഫാത്തിഹ മുതൽ ഫാത്തിഹയിലെ ഫാത്തിഹ മുതൽ ഫാത്തിഹയിലെ ഫാഹ് മുതൽ വലല്ലാലിന്റെ നൂന് വരെയും അൻത തതുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദുർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والحبيب العربي ثناء محمد وك ثناء محمد وركبر ثناء محمد انا وك ثناء محمد انا എല്ലാം സനാഉ മുഹമ്മദാണ്. ഖുർആൻ മുഴുവനും സനാഉ മുഹമ്മദാണ്. ആദ്യത്തെ വാക്ക് ഫാത്തിഹ എന്നാണ്. ഫാത്തിഹ് മുഹമ്മദ് മുസ്തഫയാണ്. അവസാനത്തെ വാക്ക് നാസ് എന്നാണ്. അഷ്റഫുൻ നാസ് മുഹമ്മദാണ്. അംദഹുൻ നാസ് മുഹമ്മദാണ്. അഅബദുൻ നാസ് മുഹമ്മദാണ്. അഫ്ളലുൻ നാസ് മുഹമ്മദാണ്. ആദ്യത്തെ അക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെ സനാഉ മുഹമ്മദാണ്. പുണ്യ റസൂൽ മുസ്തഫ. എല്ലാം അങ്ങനെ. പക്ഷെ അകക്കണ്ണില്ലാത്തവർക്ക് കാണാൻ കഴിയുകയില്ല. അകക്കണ്ണ് വേണം. അല്ലാഹു അകക്കണ്ണ് തുറന്നു തരട്ടെ. അകക്കണ്ണ് അല്ലാഹു തുറന്നു തരട്ടെ. ഉറക്കപ്പറ, അകക്കണ്ണ് അല്ലാഹു തുറന്നു തരട്ടെ. എന്ത് ചെയ്യും? പരിധിക്കപ്പുറമാണ് മുഹമ്മദീയ. പരിധിയിലൊരുങ്ങൂല. ചിന്തിക്ക്. പരിശുദ്ധ ഖുർആന്റെ സിറായ ആയത്തേതാ? ആയത്തു സിറേതാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് ഇസ്ലാം അല്ല, ഇസ്ലാമിന്റെ പുറത്തുള്ള ആയത്താണ്. ഈ ആയത്ത് ഇസ്ലാമിൽ പെട്ടതല്ല. ഇസ്ലാം ദുൽഹജ്ജിൽ പൂർത്തിയായിട്ടുണ്ട്. ഇത് മുഹറം 10 വന്നത്. ഇത് ഇസ്ലാമിൽ പെടൂല. എന്തുകൊണ്ട്? അഹ്കാമുകൾ പൂർത്തിയായാലും അളമത്ത് മുഹമ്മദ് പൂർത്തിയാവൂല. എന്ത്? ഈ ആയത്ത് ദുൽഹജ്ജ് 8 കൊടുത്തുടായിരുന്നോ? എന്തേ ജിബ്രീലിനെ തിരക്കുണ്ടായിരുന്നോ? ഉറക്കപ്പറ. മറുപടി പറ. അറഹാബികളെ നമ്മൾ വല്ലാതെ അവർ നമ്മളെ കളിയാക്കും. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ്. എന്തു പറഞ്ഞാലും ദേശം കളിയാക്കുക. അന്നളുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ എന്ന ഹദീത്ത് കാസിമി ഉണ്ടാക്കിയ കള്ള ഹദീത്താണ് എന്ന് ഷാർജക്കാരൻ ഒരു മൗലവി പറഞ്ഞു. ഞാൻ നേരെ പിറ്റേത്തെ ആഴ്ച അയാൾക്ക് ആ ഹദീസിന്റെ സനദും അത് രേഖപ്പെടുത്തിയ മഹത്തുക്കളുടെ കിതാബുകളും അവർ അതിനെക്കുറിച്ച് പറഞ്ഞ സനദുകളും കൃത്യമായി കിതാബായി കാണിച്ചു കൊടുത്തു. മറുപടിയില്ല. എന്താ മറുപടി? എന്നെ കളിയാക്കുക. ഞാൻ നിങ്ങളെ കളിയാക്കുകയില്ല. എന്തുകൊണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് 10,000-കണക്കായ ആളുകൾ സുന്നത്ത് ജമാഅത്തിൽ ചേരാതെ ഈ പ്രഭാഷണം അവസാനിക്കുകയില്ല. നിങ്ങൾ നമ്മളൊപ്പം വരേണ്ട ആളുകളാണ്. നിങ്ങൾക്ക് പിഴച്ചു പോയതാണ്. അല്ല, നിങ്ങളെ കളിയാക്കണ പ്രശ്നേയില്ല. കളിയാക്കുന്നവരുണ്ട്, അത് വേറെ പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ നമ്മളെ കൂടെ ഇല്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ നിങ്ങളെ കളിയാക്കൂല. കാസിമി അങ്ങനെ പറഞ്ഞു. 20 കൊല്ലമായി പ്രസംഗിക്കുന്നു. ഒരു ദിവസം 2, 3, 4 പ്രസംഗിക്കും. ഇന്ന് ഇത് 4ാമത്തെ പ്രസംഗമാണ്. നാളെ സുബഹി കഴിഞ്ഞാൽ പ്രസംഗമുണ്ട്. വലിപ്പത്തരം പറയല്ല. അപ്പോൾ ഒരു വാക്ക് അങ്ങോട്ട് കയറും, കുറേയൊക്കെ ചെയ്യും. ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞു കൊടുത്തൊരു സലാം പറയാതിരിക്കുകയൊക്കെ ചെയ്യും. സ്വാഭാവികമാണ്. അതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ പറഞ്ഞത് പറയും. അന്നദുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ.
ഈ ഹദീസിന്റെ സനദ് ഞാൻ പറഞ്ഞല്ലോ. മൗലവി എന്താ മിണ്ടാത്ത? മൗലവി എന്നെ കളിയാക്കി, തിരിച്ച് ഞാൻ കളിയാക്കുകയില്ല. വഹാബിയത്തിന്റെ കുടുക്കിൽ പെട്ടുപോയ, വഹാബിയത്തിൽ പെട്ടുപോയ ആയിരക്കണക്കായ വഹാബികളെ സഅത്തു സുന്നിയത്തിലേക്ക് രക്ഷപ്പെടുത്തുകയല്ലാതെ ഞങ്ങളുടെ പ്രഭാഷണത്തിന് വേറെ ലക്ഷ്യമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളും നമ്മളും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മുഹമ്മദിയത്തിൽ വരും. ദിക്റു മുഹമ്മദിനേക്കാൾ വലിയ നിസ്കാരമില്ല, ദിക്റു മുഹമ്മദിനേക്കാൾ വലിയ നോമ്പില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. എന്താ ആദ്യം പറഞ്ഞത്? എന്താ ആദ്യം പറഞ്ഞത്? അള്ളാഹു സ്നേഹിച്ച നബി എന്താ ആദ്യം പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്റെ നബിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യുസല്ലി മിനൽ അസലി ഇലൽ അബദി വകൈഫ യഹ്താജു ഇലാ സ്വലാത്തിനാ റബ്ബുഹു യുസല്ലി അലൈഹി. നിങ്ങൾ ഇവിടെ ഇല്ല. ഈ ആയത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ സ്വലാത്ത് ചെല്ലണ്ടെന്നാണ്. മനസ്സിലായില്ല? നിങ്ങളുടെ കൂടെ വരി. ഈ ആയത്തിന്റെ ആദ്യ ഭാഗം ഏതായത്തിന്റെ? ഇന്നല്ലാഹ വമലായികതഹു. ലോകത്തെ ഏറ്റവും വലിയ ഒരു മുതലാളി ഒരു വീട്ടിലേക്ക് എല്ലാ സാധനവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ ആ മുതലാളി പറയാണ് എന്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വേണ്ട. ഇനി നിന്റെ സാധനത്തിന്റെ ആവശ്യം ഈ പുരയില് ഇല്ല. പിന്നെ ഈ പുരക്കാർക്ക് കൊടുത്തുകൊണ്ട് വല്ല ബറക്കത്ത് നേടാൻ നിനക്കുണ്ടെങ്കിൽ കൊടുത്തോ. നിങ്ങൾ ഇവിടെ ഇല്ല. സ്വലാത്ത് ചൊല്ലിക്കോന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം. വഹാബി എടാ സുന്നിയായി പഠിക്കണം, സുന്നിയാകണം. അപ്പോഴേ ഇവിടെ ഉറവുണ്ടാവും. നബി എന്നത് മഹബ്ബത്ത് മുഹമ്മദിൽ നിന്നാണ്. മംബഉൽ മഅരിഫത്ത് മുഹമ്മദാണ്. മൽഹറുൽ മഅരിഫത്ത് മുഹമ്മദാണ്. മൽഹറുൽ മഅരിഫത്ത് മുഹമ്മദാണ്. മഖ്റജുൽ മഅരിഫത്ത് മുഹമ്മദാണ്. മഅരിഫത്ത് തന്നെ മുഹമ്മദാണ്. മുഹമ്മദ് മുസ്തഫ വകുല്ലു അയിന്നത റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമി. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഈ ആയത്തിന്റെ തുടക്കം തന്നെ മുഹമ്മദുൻ വനിയുൻ അലാ അൻ സ്വലാത്തികും യാ മഅശറൻ നാസ് ലിഅന്നഹു ഉസല്ലി അലൈഹി മിനൽ അസലി ഇലൽ അബദി. കാലമില്ലാത്തവൻ എന്നും സനാഹ് പറയുകയാണ്. ആരെ പറ്റി? മുഹമ്മദിനെ പറ്റി. വകൈഫ യഹ്താജു ഇലാ സ്വലാത്തിക വഹുവ ഗനിയുൻ അൻ ദുആയിക വഅൻ സനായിക ലിഅന്നഹു അന ഖാലിഖുഹു വഅന ഉസല്ലി വഅന ഉറവി വഅന ഉശ്ബിഉഹു. ഞാൻ നർസ് കൊടുക്കുന്നുണ്ട്, ഞാൻ എന്റെ മശ്റബിന് കൊടുക്കുന്നുണ്ട്. നീ ചെല്ലേണ്ട ആവശ്യം ഇല്ല. പരക്കം ചോരതിലില്ല. പിന്നെ അള്ളാഹു കുറച്ച് ആളുകൾക്ക് വാതിൽ തുറന്നു വേണമെങ്കിൽ നിങ്ങൾ യാ മുഅ്മിനൂന യാ അയ്യുൽ മുഅ്മിനൂന അൻതും അഹിബ്ബായി വഖാസതി വലിലാ സല്ലു അലാ ഹബീബി വഹിബ്ബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി. എനിക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി. മനസ്സിലായില്ല? നിങ്ങൾ ഇവിടെ ഇല്ല. നബിക്ക് നിങ്ങൾ സ്വലാത്ത് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കൊരു പൂജ ഉണ്ടാവും. എനിക്കാകട്ടെ നിങ്ങളോട് ഇഷ്ടാണ്. നിങ്ങൾ മുഅ്മിനീങ്ങളാണല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആവശ്യമില്ലാഞ്ഞിട്ടും നിങ്ങൾക്ക് ചെല്ലാനൊരു അവസരം തുറന്നുതരാം. പരക്കച്ചോറില്ല. യാ മഅശറന്നാസല്ല യാ അയ്യുഹന്നാസല്ല. ഇതിൽ പരക്കച്ചോറില്ല. എന്റെ അഹിബ്ബാൽ ഖാസത്തിൽ മാത്രം യാ അയ്യുഹല്ലദീന. ഇതല്ലെങ്കിൽ എന്താ? ഇതല്ലാതെ എന്തേനു വേന? ഈ സ്വലാത്ത് ചെല്ലൽ എങ്ങനെ സ്വലാത്ത് ചെല്ലല്? അല്ലാ ഞങ്ങൾ ചെല്ലാൻ കഴിയൂല, ഈ ചൊല്ല് സ്വല്ലല്ലാഹു. സ്വലാത്ത് എങ്ങനെയാ? وكيف نصلي عليك يا رسول الله قولوا اللهم صل على سيدنا محمد
അപ്പോൾ അല്ലാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയലാണ് നമ്മളെ സ്വലാത്ത്. നമ്മൾ സ്വലാത്ത് അല്ലല്ല, അതിന് നമ്മൾ സ്വലാത്തില്ല എന്ന് പേരിടാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒന്നാം നമ്പർ മനസ്സിലായില്ല. ഒന്നാം നമ്പർ വെട്ടിയാ മുറിയാത്ത ചായ പീടിയക്കാരൻ കൊടുക്കുന്നുണ്ട്. നമ്മള് മൂത്തേടൻ ഭാഷയിൽ മീനമ്പാളി എന്ന് പറയും. മനസ്സിലായില്ല? അതായത് ക്ലാസ് കഴുകിയത് പോലത്തെ ഒരു വെള്ളയെ നമുക്ക് ചായ ആക്കി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മനസ്സിലാണല്ലോ പറഞ്ഞത്? അപ്പം ഈയും ചൊല്ലിക്കോന്ന് പറയുമ്പോൾ നമ്മൾ പറയാം അങ്ങനത്തെ ഒരു ചായ ഉണ്ടാക്കാൻ നമുക്ക് കയ്യൂല അയമൂട്ടിക്ക, അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് കൊടുത്താളി എന്ന് പറയലാണ് നമ്മളെ ചായക്കുറയില്. മനസ്സിലായില്ല? നബിക്ക് നമ്മൾ സ്വലാത്തിൽ എങ്ങനെ നബി അല്ലാ ഈ കുറച്ച് നിർത്ത്, ഞങ്ങൾ സ്വലാത്തിൽ അല്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? എനിക്ക് കഴിയൂല ഈ ചെയ്താളാ അല്ല ചെയ്യട്ടെ, ചെയ്യും പോലെ എനിക്കതറിയൂല. മനസ്സിലായില്ല? മുഹമ്മദിന് സ്വലാത്തില്ല. എനിക്ക് കഴിയൂല, അബ്ദ് സമ്മതിക്കലാണ് അബ്ദിന്റെ സ്വലാത്ത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഞാൻ നീട്ടുന്നില്ല, എനിക്ക് 30 മിനിറ്റാണ് സമയം, അത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബക്കറ്റ് പിരിവ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും സഹായിക്കണം, എല്ലാവരും സഹായിക്കണം. ഞാൻ നീട്ടുന്നില്ല. ഇത് പറഞ്ഞാൽ തീരൂല, ഇത് പറഞ്ഞാൽ തീരൂല. നമ്മൾ ചെല്ലുന്നത് എന്തിനാ? നമ്മൾ നന്നാകാൻ. നബിയെ പറ്റി എഴുതിയവർ എഴുതിയതെന്തിനാ? അവരുടെ കവിത നന്നാവാൻ. നബിയെ പറ്റി പാടിയവർ പാടിയെന്തിനാ? അവരെന്നാവാൻ. ഹസ്സാൻ ബിൻ സാബിത്തിനെ വയസ്സാകുമ്പോഴും പല്ല് ഒഴിഞ്ഞാടിയില്ല. എന്തുകൊണ്ട്? മുത്തുനബിയെ സനാഹ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാഭം ദുനിയാവും തന്നെ. മനസ്സിലായില്ല? നിറഞ്ഞ വരി ദന്തമുണ്ടായിരുന്നു സയ്യിദുന ഹസ്സാൻ. എന്തേ 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 وضم الإله سما نبيل اسمه إذا قال في الخمس المؤذن وأشهد. ആദം നബിക്ക് ബാങ്കുണ്ട്, ആദം നബിക്ക് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഷീത്തിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. നൂഹിന് നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരമുണ്ട്, ബാങ്കില്ല. ഹൂദ്, സ്വാലിഹ്, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, ദാവൂദ്, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ, ഹാറൂന്, സക്കരിയ, യഹ്യ, ഈസ, എല്ലാവർക്കും ഈസാ നബി തൊട്ടിൽ കിടന്ന പോലും പറഞ്ഞ നിസ്കാരമുണ്ട് എന്നാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി അതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുൻത വഔസാനി ബിസ്സലാഹ്. പക്ഷേ എന്തില്ല? ബാങ്കില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് ഒരു അബ്ദിനെ ഇങ്ങനെ വിളിക്കാൻ വേറൊരു അബ്ദിലും അല്ലാഹുക്ക് താല്പര്യമില്ല. താഴെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ, മിമ്പറിന്റെ മുകളിലാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ചിരിച്ചുകൊണ്ട് തലയാട്ടി മുഹമ്മദ് മുസ്തഫ, വർക്കപ്പറ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാർക്കും നിസ്കാരമുണ്ട്, ബാങ്ക് ഒരാൾക്കില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ അള്ളാഹുലേക്ക് പേര് ചേർത്ത് ഇങ്ങനെ പരസ്യമായി വേറൊരാളെ ഇപ്രകാരം ഒരു ഇബാദത്തിന്റെ മിഫ്താഹായി വിളിച്ചു പറയൽ അള്ളാഹുവിന് താല്പര്യമല്ല. അള്ളാഹുവിന്റെ നാമത്തിന്റെ ഒരു ഭാഗം ഈ ആൾക്ക് നൽകി. അവൻ മഹ്മൂദാണ്, ഇത് മുഹമ്മദാണ്. ഇന്ന് ഈ ബൈത്താരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ വേഗം മുശ്രിക്കാക്കും. മനസ്സിലായില്ല? അള്ളാന്റെ നാമത്തിന്റെ ഒരു ഭാഗം നൽകിയ അവൻ മഹ്മൂദാണ്, ഇത് മുഹമ്മദാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ബീത്തും ചൊല്ലി ഇറങ്ങി വന്നപ്പോൾ ഹസ്സാനെ കൂട്ടിപ്പിടിച്ച് മുത്ത് റസൂലുള്ള പറഞ്ഞ് നീ എന്നെ പൊലിമയോടെ പറഞ്ഞുകൊണ്ടിരിക്കവേ വലഭാഗത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ജിബ്രീലും ഇടഭാഗത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മീകായിലും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ.
ഞാൻ അവസാനിപ്പിക്കാണ്. വഅളന്മാർ നബിയെ പറ്റി പറഞ്ഞത് വഅളന്നാകാൻ വേണ്ടിയാണ്. പാട്ടുകാർ നബിയെ പറ്റി പാടിയത് പാട്ടുന്നാകാൻ വേണ്ടിയാണ്. അല്ലാതെ നബിക്ക് അവരൊന്നും ആവശ്യമില്ല, അവർ സ്വയമായി നന്നാവും. മലയാളം കണ്ട മഹാകവി വള്ളത്തോളാണ്. വള്ളത്തോളിനെ പോലെ ഒരാൾ പിന്നീടില്ല. ഏറ്റവും വലിയ കവിത ഏതാ? പാംസുസ്നാനം. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേപ്പിയക്കാർ. കുറുമ്പുമാറാത്ത ഖുറൈശി വല്യം കോടി കൊടുത്തേൻ പലവട്ടവും താൻ. ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവാധിപശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മോടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിന് ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. ഇവർക്കിരുട്ടെ പ്രിയമിത്രം മോടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിന് ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടോ. ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കയിലെ കൈവഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. മുത്ത് മുഹമ്മദ് മുസ്തഫ. മലയാളം കണ്ട മഹാകവി ആരാ? എന്തുകൊണ്ട്? അതാരാണെങ്കിലും മുത്ത് മുഹമ്മദ് മുസ്തഫാനെ വർണ്ണിച്ചത് ആരാണെങ്കിലും ഇസ്ലാമിയത്തിന്റെ പുറത്തുള്ളവരാണെങ്കിൽ പോലും ദുനിയാവിലെ റഹ്മത്ത് കൊണ്ടെങ്കിലും അള്ളാഹു അവരെ അനുഗ്രഹിക്കും. എന്തുകൊണ്ട്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, എല്ലാത്തിലും ദിക്ർ മുഹമ്മദാണ്. ഉറക്കപ്പറ, എല്ലാത്തിലും ദിക്ർ മുഹമ്മദാണ്. ദിക്ർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയും കാമ്പാണ്. എന്തിനും. ഇവിടെ തിരുവങ്ങാടി ഉണ്ടായിരുന്നു എ വി മുഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഒരു വരി ഇങ്ങനെയാ. പ്രതാപത്തിൻ ജീവേ പ്രപഞ്ചത്തിൻ കാമ്പേ നിദാനത്തിൻ കണ്ണേ നിറഞ്ഞ നിലാവേ. മുഹമ്മദ് മുസ്തഫ. എ വിയുടെ ഒരു പാട്ടാണ്. ഈ തിരുരങ്ങാടിക്കാർ ഈ പാട്ടിങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് തോന്നും, ഇവർ നബിദിനത്തിനൊന്നും വരണ്ട. ആ വേവിയുടെ 4 വരി പാട്ട് കേട്ടത് നന്നായിരുന്നില്ല. പഠിച്ചോൻ പ്രതാപത്തിൻ ജീവേ പ്രപഞ്ചത്തിൻ കാമ്പേ നിദാനത്തിൻ കണ്ണേ നിറഞ്ഞ നിലാവേ. മുഹമ്മദ് പ്രപഞ്ചത്തിന്റെ കാമ്പാണ് മുഹമ്മദ്. പുണ്യ മുഹമ്മദ്. ഇച്ചമസ്ഥാനിന്റെ കഫനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. എന്താ പാട്ട്! ഖാദിർന്നവൻ ആര്? കഫനൂന്. കേരളം കണ്ട ഏറ്റവും വലിയ സൂഫികളിൽ ഒരാളാണ്. ആര്? ഇച്ചമസ്ഥാൻ. കഫനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. കഫനൂന് കമാലിയത്ത് കദം പിടിച്ചു മണക്കുവാൻ ഖദിറായ മുഹമ്മദോട് കരഞ്ഞു നീണ്ടു കൊതിച്ചു ഞാൻ. ഖയ്യാമിന്റെ ആദ്യത്തെ വരിയേന കവി കാറ്റിനോട് ചോദിച്ചു, കാറ്റേ കാറ്റേ, നീ എന്തിനാണ് ഈ സുലൈമാൻ വഴിപ്പെട്ടത്? സുലൈമാൻ അത്ര വലിയ ആളുമല്ലല്ലോ, സുലൈമാനെക്കാളും വലിയ ആൾ വേറെയുണ്ടല്ലോ, എന്തിനാണ് കാറ്റേ നീ സുലൈമാന് വഴിപ്പെട്ടത്? അപ്പോൾ കാറ്റ് കവിയോട് പറഞ്ഞു, അത്രേ, കവിയെ ഞാനെങ്ങനെ സുലൈമാന് വഴിപ്പെടാതിരിക്കും? സുലൈമാന്റെ മോതിരത്തിൽ മങ്കൂഷും ബിസ്മി മുഹമ്മദ് സുലൈമാന്റെ മോതിരത്തിൽ മുഹമ്മദ് എന്ന് മുദ്രണം ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഞാൻ സുലൈമാന് വഴിപ്പെടാതിരിക്കുക? അവസാനിപ്പിക്കുകയാണ്. ലോകത്തിന്റെ സിർറ് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ടതെല്ലാം ലോകത്തിന്റെ രഹസ്യമാണ്. ആ കുടുംബം പോലും ലോകത്തിന്റെ രഹസ്യമാണ്. ആ കുടുംബത്തിന്റെ രഹസ്യം കണ്ടെത്തുന്ന ഒരു അധ്വാനത്തിലാണ് ഞാൻ. അതാണ് അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയുള്ള ഒരു പ്രഭാഷണം ആരംഭിച്ചത്. അത് 12ാമത്തെ പ്രഭാഷണമാണ്. അടുത്ത ആഴ്ച നടക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഒരു അന്വേഷണമാണ്. മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു, അലിയും അലവിയാക്കളും എന്നാണ്
ആ പ്രഭാഷണത്തിൻ്റെ അകക്കാമ്പ്. അതായത് സയ്യിദ് അലി റളിയല്ലാഹു അൻഹു മുതൽ ജിഫ്രി മുത്തുക്കോയറ്റങ്ങൾ വരെയും ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെയുമുള്ള ഓരോ കാലഘട്ടത്തിലെയും കുബാരിയങ്ങളായ മഹാന്മാർ ലോകത്തിന് ചെയ്തിട്ടുള്ള ജുഹ്ദാണ് ഇവിടെ ചർച്ചാ വിധേയമാക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു.